LDF കൺവീനറും പേരാമ്പ്രയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. അനൗൺസ്മെന്റ് വിവാദത്തിലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രചരണവും നടത്തുന്നില്ല. ഇവിടെ നിങ്ങൾ അനൗൺസ്മെന്റ് വേണോ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ് അതിൻ്റെ അകത്തുള്ള കുറവ് എന്നുള്ളതാണ്. ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കള്ളപ്രചാര വേല നടക്കുന്നുണ്ട്. അതിന് സോഷ്യൽ മീഡിയയും ചില മാധ്യമങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. അവരാണ് ഈ പ്രചരണം ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത്. അത് ഞങ്ങൾക്ക് വേവലാതിയൊന്നുമില്ല. എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ മറുപടി നൽകും. കൈപ്പറ്റി. ഇന്ന് തന്നെ വിശദീകരണം നൽകുമോ? ഇന്ന് തന്നെ നൽകും. അത് ഞാൻ നോക്കിയിട്ട് ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം. ഞാനന്ന് അനൗൺസ്മെന്റ് വിവാദത്തെ അത് കൂടുതൽ അതിനെ സാധൂകരിക്കുന്ന നിങ്ങൾ കേൾക്ക്. സാധൂകരിക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ വാഹനങ്ങളിലുള്ള അനൗൺസ്മെന്റ് നിങ്ങൾ കേൾക്ക്. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഇപ്പം നടക്കുന്ന അനൗൺസ്മെന്റ് വികസന കാര്യങ്ങളും ഇവിടെ നിങ്ങളൊക്കെ കേട്ടില്ലേ, വികസന കാര്യങ്ങളും ജനക്ഷേമ നടപടികളുമാണ് സംസാരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നില്ല. അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ടുള്ളൊരു പരാതിയാണ് വന്നത്. ആ പരാതി പരിശോധിക്കട്ടെ. അതിനുള്ള സംവിധാനം കേരളത്തിലുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ആ നോട്ടീസ് ഞാൻ വായിച്ചു. അതിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചില പരാമർശമാണുള്ളത്. അതിന് വിശദീകരണം കൊടുക്കും. വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ നിലപാടെടുക്കാൻ ചില എടുക്കട്ടെ. അത്രേ എൻ്റെ പ്രശ്നമുള്ളൂ. മണ്ഡലത്തിലെത്തിയത് മുതൽ LDF തന്നെ വേട്ടയാടുന്നു എന്നാണ് ഫാത്തിമ തെഹ്ല പറയുന്നത്. എനിക്കറിയില്ല LDF അങ്ങനെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനാണല്ലോ. എൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചോ? അവരെ പേര് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ അവരെ വേട്ടയാടുക? ഏറ്റവും ചുരുങ്ങിയത് അവരെ പേരെങ്കിലും അവരെ പേര് പറയാനുള്ള അത്ര പ്രശ്നം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. നൂർദിന റഷീദിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ കിടക്കുന്നത്. നിങ്ങളെല്ലാവരോ വാർത്ത കൊടുത്തല്ലോ ഇന്നലെ ഈ വെൽഫെയർ പാർട്ടി. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ലേ, എൻ്റെ അഭിപ്രായമായിട്ട് പറയണ്ട. ഞാൻ അതുപോലുള്ള ഒരൊറ്റ വിഷയവും ഞാൻ എൻ്റെ പ്രസംഗത്തിലോ വിശദീകരണത്തിലോ LDFൻ്റെ വിശദീകരണത്തിലോ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അത് ഇപ്പം അങ്ങനെയായോ? അത് അവരോട് തന്നെ ചോദിക്കും. ഞങ്ങൾക്കത് ബാധകമല്ല. ഞാനിവിടെ 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് മത്സരിച്ചവരാണ് കെ കുഞ്ഞമ്മദ് മാഷ്, NK രാധ, AK പൽ. അവരെല്ലാം ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. അവരെല്ലാം ഈ മണ്ഡലത്തിൽ ജയിച്ചത് ഇത് പറഞ്ഞിട്ടല്ല. ഞാൻ 2001 മത്സരിച്ച് ജയിച്ചത് ഇത് പറഞ്ഞിട്ടല്ല. ഞാൻ 2016 2021 ഞാൻ ജയിച്ചിട്ടുണ്ട്. 2022 എൻ്റെ ഭൂരിപക്ഷം 22,000. ഒരു ജാതി പറഞ്ഞിട്ടല്ല, ഒരു മതം പറഞ്ഞിട്ടല്ല, ഒരു വർഗീയത പറഞ്ഞിട്ടല്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ജനങ്ങളെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളെ ജീവിത ഞങ്ങളുടെ മനസ്സിലുള്ളത്. പേരാമ്പ്രയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണത്തിനില്ല. താൻ ആ രീതിയിലുള്ള പ്രസംഗങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് TP രാമകൃഷ്ണൻ പറയുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടി നൽകുമെന്നും TP രാമകൃഷ്ണൻ പറയുന്നു.